സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. മോഹങ്ങളേക്കാൾ ഈ ലോകവിജ്ഞാനത്തേക്കാൾ ഈ ലോകമോഹങ്ങളേക്കാൾ ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിനും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എല്ലാറ്റിനും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. സമ്പത്തിനേക്കാൾ ഈ ലോകബന്ധങ്ങളേക്കാൾ ഈ ലോകസമ്പത്തിനേക്കാൾ ഈ ലോകബന്ധങ്ങളേക്കാൾ എല്ലാറ്റിനും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എല്ലാറ്റിനും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ആരാധന 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 സ്നേഹമേ ആരാധന
കുപ്പകരങ്ങളോടെ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കണ്ട് ഇതാ സ്നേഹം ഈ ദിവ്യകാരുണ്യത്തിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. നിന്നെ ജീവനോളം സ്നേഹിച്ച കർത്താവ്, നിന്നെ ജീവന് തുല്യം സ്നേഹിച്ച കർത്താവ്, നിന്നെ അവസാനത്തുള്ളി രക്തവും നൽകി സ്നേഹിച്ച ഈശോ ഇതാ ഈ അൾത്താരയിൽ. ആ സ്നേഹത്തെ നമുക്ക് ആരാധിക്കാം, ആ സ്നേഹത്തെ നമുക്ക് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണു തുറന്ന് തമ്പുരാനെ കാണാം. സങ്കീർത്തകൻ 34:5 മുതലുള്ള വചനങ്ങളിൽ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി. ഈശോയെ നോക്കിയവരൊക്കെ പ്രകാശിതരായി എന്നാ പറയാ. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ അന്ധകാരത്തിന്റെ മേഖലകളിലേക്ക് കർത്താവിന്റെ പ്രകാശം കടന്നു വന്നു എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് വചനം കൂട്ടിച്ചേർക്കുകയാണ്, അവർ ലജ്ജിതരാകുകയില്ല, അവർക്ക് ലജ്ജിക്കേണ്ടി വരില്ല. തമ്പുരാനെ, നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിന്റെ പ്രകാശം കടന്നു ചെല്ലേണ്ട പല അന്ധകാരത്തിൻ്റെയും ആകുലതയുടെയും മേഖലകൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഇത്രയൊക്കെ നിന്നോട് ചേർന്നിരിക്കാൻ പരിശ്രമിച്ചിട്ടും തമ്പുരാനെ, ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് കുറവുകളുണ്ടെന്ന്. തമ്പുരാനെ, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ പല മേഖലകളും ഇന്നും അന്ധകാരത്തിലാണെന്ന്. നിന്റെ പ്രകാശം കടന്നു വന്നിട്ടില്ലെന്നും നിന്റെ പ്രകാശം കടന്നു വരാൻ അനുവദിക്കാത്ത രീതിയിൽ ഞങ്ങൾ തന്നെ അടച്ചു പിടിച്ചിരിക്കാമെന്നൊക്കെ ഞങ്ങൾക്കറിയാം. വചനം പറയുന്നു, കർത്താവിനെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിക്കേണ്ടി വരില്ല. എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ്, ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. തമ്പുരാനെ, ഇതാ എളിമയോടെ നിന്റെ മുമ്പിൽ ഞങ്ങളായിരിക്കുന്നു. രക്ഷേ, അതരം തുറന്ന് നിലവിളിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഞങ്ങളുടെയൊക്കെ ചങ്ക് പിടയുന്നുണ്ട്. ജീവിതം അതുപോലെ ഭാരവും സങ്കടവും വേദനയും നിലവിളിയുമൊക്കെ ആയിട്ടാണ് തമ്പുരാനെ കടന്നു പോകുന്നത്. പുറമേ കരയുന്നില്ലെങ്കിലും ഉള്ളുകൊണ്ട് ഒത്തിരി കരയുന്നുണ്ട്. ഒരു ദിവസത്തിൻ്റെ എത്രയോ മണിക്കൂറുകൾ തന്നെ കരഞ്ഞ് കരഞ്ഞ് തമ്പുരാനെ ഈ ദിവസം ഞങ്ങൾ തീർത്തു. ഇതാ കർത്താവ് പറയുകയാണ്, വചനത്തിൽ പറയുകയാണ്, എല്ലാ കഷ്ടതകളിൽ നിന്നും അവിടുന്ന് അവനെ രക്ഷിച്ചു. കാരണം അവൻ എളിമയോടെ കർത്താവിനെ വിളിച്ചു. ഒരു വചനം കൂടി കൂട്ടിച്ചേർക്കുന്നു, കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. മക്കളെ, നിമിഷങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്ന നിമിഷങ്ങളിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിക്കുന്ന നിമിഷങ്ങളിൽ, നിന്റെ കഷ്ടതകളും നിന്റെ സങ്കടങ്ങളും തമ്പുരാന്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിച്ച് ദൈവമേ എന്ന് നീ വിളിക്കുന്ന സമയത്ത് വചനം പറയുകയാണ്, കർത്താവിൻ്റെ ദൂതനുണ്ടല്ലോ, അത് ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. ദൈവദൂതന്മാർ നമുക്ക് ചുറ്റും, നമ്മുടെ കുടുംബത്തിന് ചുറ്റും, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ചുറ്റും പാളയമടിച്ച് നമുക്ക് വേണ്ട സംരക്ഷണം തരുന്നു. ദൈവത്തിന്റെ ദൂതൻ നമുക്കായി സംരക്ഷണം ഏർപ്പെടുത്തിയാൽ പിന്നെ ഈ ലോകത്തിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചുറ്റും ദൈവം തന്നെ ഒരു ദൈവീക സംരക്ഷണത്തിന്റെ കവചം തീർത്താൽ ലോകത്തിന് എങ്ങനെ അത് അസ്വസ്ഥപ്പെടുത്താനും തകർക്കാനും പറ്റും? അതുകൊണ്ട് വചനം പറയാണ്, കർത്താവിന്റെ ദൂതൻ തമ്പുരാന്റെ മുമ്പിൽ നിലവിളിക്കുന്ന എല്ലാ മക്കളുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. തമ്പുരാനെ, ഇതാ ഞങ്ങളും ഉള്ളുകൊണ്ട് നിന്നെ വിളിക്കുക, ഉള്ളുകൊണ്ട് കരയുകയാ. തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലൊക്കെയായി
ഈ ദൈവീക സംരക്ഷണം ആവശ്യമുള്ള മേഖലകളുണ്ട്. തമ്പുരാനെ നിന്റെ ദൂതനെ അയച്ച് ഞങ്ങൾക്ക് ചുറ്റും പാളയമടിച്ച് ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെല്ലാം കാര്യങ്ങളുടെ മീതെയാണോ മക്കളെ നമ്മുടെ കുടുംബവും വ്യക്തി ജീവിതവും അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്നത്, ഏതെല്ലാം മേഖലകളിലാണ് ദൈവം നേരിട്ടിറങ്ങി വന്ന് ദൈവിക സംരക്ഷണം വേണ്ടി വരുന്നതെന്ന് നീ ആലോചിച്ച് ആകുലപ്പെടുന്ന വിഷയങ്ങളെ ഇപ്പോൾ ഈശോയ്ക്ക് കൊടുത്തേ. തമ്പുരാനെ, വരുമാന മാർഗങ്ങളിൽ നിന്റെ സംരക്ഷണം വേണം, സാമ്പത്തിക മേഖലകളിൽ നിന്റെ സംരക്ഷണം വേണം കർത്താവേ, ഞങ്ങളുടെ ജോലി മേഖലകളിൽ നിന്റെ സംരക്ഷണം വേണം, കുടുംബ ബന്ധങ്ങളിൽ കുടുംബ സമാധാനത്തിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തമ്പുരാനെ നിന്റെ സാന്നിധ്യവും സംരക്ഷണവും വേണം കർത്താവേ. ഞങ്ങളുടെ യാത്രകളിലുടനീളം നിന്റെ സംരക്ഷണം തരണമെന്ന് പ്രാർത്ഥിക്കട്ടെ. ജീവിതയാത്രകളിൽ, പ്രത്യേകിച്ച് സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ഞങ്ങളുടെ ആത്മീയ യാത്രകളിൽ കർത്താവേ, പിശാചിന്റെ വഞ്ചനകൾക്ക് അകപ്പെട്ടു പോകാതെ, സാത്താന്റെ കെണികളിൽ വീണു പോകാതെ തമ്പുരാനെ ഞങ്ങൾക്ക് സംരക്ഷണം വേണം. അതിനെ എല്ലാ മക്കളും പ്രാർത്ഥിച്ച് ആത്മാർത്ഥതയോടെ തമ്പുരാനെ വിളിച്ചു പ്രാർത്ഥിച്ച്. അതാണല്ലോ വചനം പറയുന്നത്, ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു. കരങ്ങൾ രണ്ടും തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കണ്ണു തുറന്ന് തമ്പുരാനെ കാണാം. മക്കളെ, ഇത് ദൈവം ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി ദൈവീക സംരക്ഷണം ഏർപ്പെടുത്തുന്ന സമയമാണ്. ദൈവം തന്റെ ദൂതനെ അയച്ച് നിനക്ക് വേണ്ട സംരക്ഷണ കവചം തീർക്കുന്ന സമയമാണ്. ഈ നിമിഷങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടതൊന്നു മാത്രം, സങ്കീർത്തകൻ ചെയ്തെന്ന കഷ്ടതയിൽ കർത്താവിനെ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. തങ്ങളുടെ കഷ്ടതകളിൽ അവർ ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു, എളിമയോടെ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവിനെ നോക്കി പ്രാർത്ഥിച്ചു. വചനം പറയുന്നു, അവരുടെ കഷ്ടതകളിൽ കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിച്ചു. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ മക്കളെ, ഈ പ്രതീക്ഷ, ഈ പ്രത്യാശ, ഈ വിശ്വാസമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. തമ്പുരാന്റെ മുമ്പിലല്ലേ നീ നിലവിളിക്കുന്നത്? ലോകത്തിന്റെ മുമ്പിലല്ലല്ലോ, മനുഷ്യന്റെ മുമ്പിലല്ലല്ലോ. ഇന്നലകളിൽ എത്രയോ വട്ടം മനുഷ്യന്റെ മുമ്പിൽ നീ നിലവിളിച്ചിട്ടുണ്ട്, കൈനീട്ടിയിട്ടുണ്ട്. എന്നിട്ടും പരിഹരിക്കപ്പെടാതെ പോയ പല പ്രശ്നങ്ങളും തമ്പുരാന്റെ മുമ്പിൽ കൈനീട്ടിയപ്പോ, നിലവിളിച്ചപ്പോ പരിഹരിക്കപ്പെട്ടില്ലേ? അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം മോനെ, നീ ഒരുമിച്ച് കൂടി ദൈവത്തിന്റെ മുമ്പിലായിരിക്കുമ്പോ, മോളെ, ദൈവത്തിന്റെ മുമ്പിൽ നീ നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന് വൻ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റും. നീ പ്രതീക്ഷിക്കുന്നതിനുമുപരി വൻ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ തമ്പുരാൻ ചെയ്യും. കർത്താവേ, ഇതാ കഷ്ടതയുടെ നടുവിൽ നിന്ന് ഈ മക്കൾ നിന്നെ വിളിക്കുന്നു. ഇതാ കഷ്ടപ്പാടിന്റെ നടുവിൽ നിന്ന് ഈ മക്കൾ നിന്നെ വിളിക്കുന്നു. ഇതാ സങ്കടങ്ങളുടെ നടുവിൽ നിന്ന് ഇതാ നിന്നെ വിളിച്ച് കരയുന്നു. ഓ ദൈവമേ, സ്വർഗത്തിൽ നിന്നും ദൂതരെ അയച്ച് ഇവർക്കും ഇവരുടെ കുടുംബത്തിനും ചുറ്റും പാളയമടിച്ച് ഇവരെ സംരക്ഷിക്കണമേ കർത്താവേ. പാളയമടിച്ച് ഇവരെ സംരക്ഷിക്കണമേ. ശത്രുവിന് തൊടാൻ പറ്റാത്ത രീതിയിൽ, ഇവരുടെ ജീവിതത്തിന്റെ ഒരു മേഖലയിലും തിന്മയ്ക്ക് അധികാരം എടുക്കാൻ പറ്റാത്ത രീതിയിൽ, ഓ ദൈവമേ, പാപത്തിലേക്ക് വീണുപോകാത്ത രീതിയിൽ, അവിശുദ്ധിയുടെ മേഖലകളിലേക്ക് വീണുപോകാത്ത രീതിയിൽ, അസമാധാനത്തിലേക്കും ആകുലതകളിലേക്കും നിരാശകളിലേക്കും ആത്മഹത്യ പ്രവണതകളിലേക്കും വെറുപ്പിലേക്കും വിദ്വേഷത്തിലേക്കും ഒന്നും വീണുപോകാതെ ദൈവമേ, നിന്റെ ദൂതന്മാരെ അയച്ച് ഈ മക്കൾക്ക് സംരക്ഷണം നൽകണമേ. കോട്ട തീർത്ത് വരെ സംരക്ഷിക്കണമേ. കോട്ട തീർത്ത് തമ്പുരാനെ വരെ സംരക്ഷിക്കണമേ. കരങ്ങൾ തുറന്നു പിടിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, തമ്പുരാനെ, എനിക്ക് ചുറ്റും നീ കോട്ട തീർക്കാൻ പറ. ദൈവിക സംരക്ഷണത്തിന്റെ ഒരു കോട്ട തീർക്കാൻ പറ. തമ്പുരാൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണല്ലോ. ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്ന ജീവിതങ്ങളിലേക്ക് തമ്പുരാൻ ദൂതന്മാരെ അയച്ച് ചുറ്റും പാളയമടിക്കുന്നല്ലേ പറഞ്ഞ്, എന്നിട്ട് സംരക്ഷണം തരുമെന്നല്ലേ പറഞ്ഞ്. വിശ്വസിച്ചേ, ഇത് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുന്ന സമയമാണ്. തമ്പുരാന്റെ മുമ്പിൽ നിലവിളിക്കുമ്പോൾ ദൈവദൂതന്മാര് നിന്നെ സഹായിക്കാൻ ഇറങ്ങുന്ന സമയമാണിത്. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ, മക്കളെ, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങേണ്ട വിഷയങ്ങൾ നിന്റെ ജീവിതത്തിലൂടെ
നിന്റെ ജീവിതത്തിലും ഇല്ലേ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങേണ്ട ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിന്റെ ജീവിതത്തെയും ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തുന്നില്ലേ? ആ വിഷയങ്ങളിലേക്കെല്ലാം ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച് ഒരു അത്ഭുതം കാണാൻ ആഗ്രഹിച്ച് എല്ലാ മക്കളും താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഓ ദൈവമേ, നിന്റെ ദൂതന്മാരെ അയച്ച് ഞങ്ങൾക്ക് ചുറ്റും പാളയമടിക്കണം. കുടുംബത്തിന് ചുറ്റും പാളയമടിക്കണമേ. വരുമാന മാർഗങ്ങൾക്ക് ചുറ്റും പാളയമടിക്കണമേ. ഞങ്ങളുടെ യാത്രകളിൽ നീ പാളയമടിക്കണമേ. പിശാചിന്റെ വഞ്ചനകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. സാത്താന്റെ ചതിക്കുഴികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള തിന്മയുടെ സർവ്വസ്വാധീനങ്ങളിൽ നിന്നും ഓ ദൈവമേ നിന്റെ തിരരക്തം കൊണ്ട് കോട്ട തീർക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എതിർക്കേണം നാം എതിർക്കേണം സാത്താന്റെ ശക്തികളെ. ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും. ദൈവത്തിൻ വചനമിത്. എതിർക്കേണം നാം എതിർക്കേണം സാത്താന്റെ ശക്തികളെ. ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും. ദൈവത്തിൻ വചനമിത്. കർത്താവേ, ഈ മക്കൾക്ക് ചുറ്റും നീ കോട്ട തീർക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മക്കളെ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളെ കാണുക. നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലാണെങ്കിൽ ആ ഭവനത്തെ യേശുവിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് ഇപ്പോൾ കോട്ട തീർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മക്കള് അകലങ്ങളിലാണോ, വിദേശത്തോ വിദൂരത്തേക്കാണോ, ഒരു അപകടകരമായ ഒരവസ്ഥയിലൂടെയാണോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത്? അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിച്ച് ഓ ദൈവമേ നിന്റെ തിരുരക്തത്തിന്റെ കോട്ട തീർക്കണമേ. എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ ഈശോയെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ സംരക്ഷണത്തിന് വേണ്ടി ദാഹത്തോടെ പാടി പ്രാർത്ഥിക്കട്ടെ. എതിർക്കേണം നാം എതിർക്കേണം ആമേൻ സാത്താന്റെ ശക്തികളെ. ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും. ആമേൻ. ദൈവത്തിൻ വചനമിത്. എതിർക്കേണം നാം എതിർക്കേണം സാത്താന്റെ ശക്തികളെ. ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും. ദൈവത്തിൻ വചനമിത്. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, കോട്ടകൾ. ഉയരട്ടെ യേശുവിൻ ജയക്കൊടി, ജയക്കൊടി. വചനമാം വാളെടുത്ത് എതിർക്കുവിൻ, എതിർക്കുവിൻ. യേശുവിൻ നാമത്തിൽ തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, കോട്ടകൾ. ഉയരട്ടെ യേശുവിൻ ജയക്കൊടി, ജയക്കൊടി. വചനമാം വാളെടുത്ത് എതിർക്കുവിൻ, എതിർക്കുവിൻ. യേശുവിൻ നാമത്തിൽ. കരങ്ങളെ രണ്ടും ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന് തമ്പുരാനെ കണ്ട് വിശ്വാസത്തിൽ ഈ നിമിഷം നിങ്ങൾ വസിക്കുന്ന കുടുംബമുണ്ടല്ലോ, ഭവനമുണ്ടല്ലോ, ആ ഭവനത്തിന്റെ കട്ടിലപ്പടികൾ യേശുവിന്റെ രക്തം കൊണ്ട് മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തിൽ നിങ്ങൾ വസിക്കുന്ന കുടുംബത്തെ, ഭവനത്തെ, അതിന്റെ വാതിൽ പടിയെ യേശുവിന്റെ രക്തം കൊണ്ട് മുദ്ര ചെയ്യട്ടെ. മക്കളെ, പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, സംഹാരദൂതൻ കടന്നുപോയപ്പോൾ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് മുദ്ര ചെയ്യപ്പെട്ട എല്ലാ ഇസ്രായേലിന്റെ ഭവനങ്ങളെയും ആദിജാതന്മാരെ വധിക്കാതെ കടന്നുപോയെന്നല്ലേ പറയുക. ഇതാ പുതിയ നിയമത്തിന്റെ കുഞ്ഞാടായ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശുവിന്റെ രക്തം കൊണ്ട് നിന്റെ ഭവനത്തെ നീ മുദ്ര ചെയ്തേ. ഒരു സംഹാരദൂതനും നിന്റെ ഭവനത്തെ സ്പർശിക്കില്ല.
ഒരു തിന്മയ്ക്കും നിന്റെ ഭവനത്തിന്റെ മേലധികാരം എടുക്കാൻ പറ്റില്ല. ഒരു സാത്താന്റെ കെണികളും നിന്റെ ഭവനത്തിനെതിരെ പ്രബലപ്പെടുകയില്ല. ഒരു ശത്രുവും നിന്നെ തോൽപ്പിക്കില്ല എന്ന് വിശ്വസിക്കുക. ഓ ദൈവമേ, ഇതാ വിശ്വാസത്താൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, ഞങ്ങൾ വസിക്കുന്ന ഭവനത്തെ ഞങ്ങൾ കണ്ടുകൊണ്ട് ഇതാ യേശുവിന്റെ രക്തം കൊണ്ട് ഇപ്പോൾ അവയെ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ ഭവനത്തിൽ വസിക്കുന്നവരെല്ലാം യേശുവിന്റെ രക്തം കൊണ്ട് മുദ്ര ചെയ്യട്ടെ. നിന്റെ കുടുംബാംഗങ്ങള് അകലങ്ങളിലോ അടുത്തുള്ളവർ ആരുമാകട്ടെ, നിന്റെ തൊട്ടടുത്തിരിക്കുന്നവരാകാം, അകലങ്ങളിലായിരിക്കുന്നവരാകാം, അവരുടെ മേലെല്ലാം യേശുവിന്റെ രക്തത്തിന്റെ മുദ്ര വിശ്വസിച്ച് മക്കളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവമേ, നിന്റെ തിരുരക്തത്തിന്റെ സംരക്ഷണം നൽകണമേ, തിരുരക്തത്തിന്റെ സംരക്ഷണം നൽകണമേ. മുദ്ര ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയാരാധന, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയാരാധന, ആരാധന, ആരാധന, ആരാധന. ഈശോയേ നന്ദി. ആമേൻ. കരങ്ങളടിച്ച് പാപത്തിന്റെ, രോഗത്തിന്റെ, ഭയത്തിന്റെ ശക്തികളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോകാം. പാപത്തിന്റെ, രോഗത്തിന്റെ, ഭയത്തിന്റെ ശക്തികളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോകാം. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയക്കോടി, ജയക്കോടി. വചനമാളെടുത്ത് എതിർക്കുവിൻ, എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയക്കോടി, ജയക്കോടി. വചനമാളെടുത്ത് എതിർക്കുവിൻ, എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ. കരങ്ങൾ രണ്ടും ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. മക്കളെ, ഈ നിമിഷം എല്ലാവരും എളിമപ്പെട്ട് പ്രാർത്ഥിക്കട്ടെ. ഇന്നലകളിൽ നമ്മുടെ ഏതെങ്കിലും അറിവില്ലായ്മ കൊണ്ട് പാപത്തിന് നമ്മുടെ ശരീരത്തെ, ജീവിതത്തെ വിട്ടുകൊടുത്തിട്ട് തിന്മ അധികാരമെടുത്ത മേഖലകളുണ്ടാകാം. ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ പൂർവീകർ വഴി വന്നുപോയ ഏതെങ്കിലും പാപത്തിന്റെ മേഖലകള് പിശാചിന് അധികാരം കൊടുക്കുന്ന രീതിയിലേക്ക് കടന്നുപോയിട്ടുണ്ടാകാം. ഏതെങ്കിലും ദൈവ കൽപ്പനകളുടെ ലംഘനങ്ങള് നമ്മുടെ കുടുംബത്തിലോ നമ്മൾ വസിക്കുന്ന ഭവനത്തിലോ അന്തരീക്ഷത്തിലോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ കടന്നു വന്ന ആധിപത്യം ഉറപ്പിച്ച സാത്താന്റെ സകല അധികാരങ്ങളെയും യേശുവിന്റെ രക്തത്തിൽ നിങ്ങൾ ബന്ധിച്ച് പ്രാർത്ഥിച്ച്, യേശുവിന്റെ രക്തത്തിൽ ആ കെട്ടുകൾ അഴിയാൻ പ്രാർത്ഥിച്ച്, ഇന്നലകളിൽ വന്ന പാപത്തിന്റെ സ്വാധീനങ്ങള് നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ പിശാച് അതിനുമേൽ അധികാരം ഉണ്ടല്ലോ. പാപം ചെയ്യുന്ന മേഖലകളിൽ പിശാചിന് അധികാരം ഉണ്ടല്ലോ. അത് സാത്താന്റെ അധികാര കേന്ദ്രമാണല്ലോ. ഓ ദൈവമേ, അങ്ങനെ പിശാച് പിടിമുറുക്കിയിരിക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ, എന്ത് ചെയ്താലും ഫലമണിയാത്ത കുടുംബങ്ങള്, എവിടെ ചെന്ന് തൊട്ടാലും നഷ്ടങ്ങളും പരാജയങ്ങളും തന്നെ ആയിരിക്കുന്ന കുടുംബങ്ങള്, ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത കുടുംബങ്ങള്, കർത്താവേ അടിക്കടി അപകട മരണങ്ങൾ സംഭവിക്കുന്ന കുടുംബങ്ങള്, ഓ ദൈവമേ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങള്, കർത്താവേ എപ്പോഴും കലഹങ്ങളുള്ള കുടുംബങ്ങളെ നിന്റെ കരുണയ്ക്കായി ഇപ്പോൾ സമർപ്പിക്കുന്നു. ഓ ദൈവമേ, നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് ഇവിടെ കുടുംബത്തിലോ ഇവിടെ കുടുംബാംഗങ്ങൾ വഴിയോ വന്നുപോയിട്ടുള്ള ഏതെങ്കിലും ദൈവ കൽപ്പനകളുടെ ലംഘനങ്ങൾ മൂലം സാത്താൻ അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഓ ദൈവമേ ബോധപൂർവം ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിച്ച് പിശാചിന് അടിയറ വെച്ച ഏതെങ്കിലും കുടുംബങ്ങളുണ്ടെങ്കിൽ ആ ഭവനത്തിന്റെ മേല്, ആ ഭവനത്തിന്റെ അടിസ്ഥാനങ്ങളുടെ മേല് നിലയുറപ്പിച്ചിരിക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെ യേശുവിന്റെ രക്തത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു, ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ അഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ കെട്ടുകൾ അടിക്കണമേ. ഓ ദൈവമേ കെട്ടുകൾ അടിക്കണമേ. സാത്താന്റെ കോട്ടകളെല്ലാം തകർന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കലഹത്തിന്റെ, ആമേൻ. മോഹത്തിൻ ശക്തികളെ കരങ്ങളടിച്ച് യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോകാം. യേശുവിന്റെ നാമത്തിൽ കോപത്തിന്റെ, കലഹത്തിന്റെ, ആമേൻ. മോഹത്തിൻ ശക്തികളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു,
കൽപ്പിക്കുന്നു. വിട്ടുപോകാം. ആമേൻ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കോടി ജയക്കോടി. വചനമാലെടുത്ത് എതിർക്കുവിൻ എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ നാം. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കോടി ജയക്കോടി. വചനമാലെടുത്ത് എതിർക്കുവിൻ എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ നാം. എതിർക്കേണം നാം എതിർക്കേണം സാത്താന്റെ ശക്തികളെ. ആമേൻ. ഓടിപ്പോകും നമ്മെ വിട്ടുപോകും ദൈവത്തിൻ വചനമിത്. എതിർക്കേണം നാം എതിർക്കേണം സാത്താന്റെ ശക്തികളെ. ഓടിപ്പോകും നമ്മെ വിട്ടുപോകും. ആമേൻ. ദൈവത്തിൻ വചനമിത്. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കോടി ജയക്കോടി. വചനമാലെടുത്ത് എതിർക്കുവിൻ എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ നാം. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കോടി ജയക്കോടി. വചനമാലെടുത്ത് എതിർക്കുവിൻ എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ നാം. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കോടി ജയക്കോടി. വചനമാലെടുത്ത് എതിർക്കുവിൻ എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ നാം. യേശുവിൻ നാമത്തിൽ നാം. യേശുവിൻ നാമത്തിൽ നാം. യേശുവേ, യേശുവിൻ നാമത്തിൽ നാം. ഈശോയേ. അതരം തുറന്ന് കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. സ്വരമുയർത്തി മക്കളെ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ നാമം വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഈ നിമിഷം ദൈവത്തിന്റെ നാമം വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. സകല കെട്ടുകളും അഴിഞ്ഞു പോകുന്ന സമയമാണ്. പാരമ്പര്യ രോഗത്തിന്റെ കെട്ടുകളെ കർത്താവ് അഴിച്ചു മാറ്റുന്ന സമയമാണ്. തലമുറ ശാപക്കെട്ടുകളെ കർത്താവ് നിർവീര്യമാക്കുന്ന സമയമാണ്. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന അസ്വസ്ഥതകളുടെ മേല് ദൈവത്തിന്റെ കരുണ വർഷിക്കപ്പെടുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ, ഈശോയേ. ഹല്ലേലൂയ. ഈശോയേ. ഹല്ലേലൂയ. യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന തമ്പുരാൻ ഇയാൾ താരയിൽ നിനക്കായി സ്നേഹത്തോടെ കാത്തിരിക്കുന്ന നിമിഷങ്ങളാണിത്. മകളെ വിശ്വസിക്ക്, ഈശോ തൻ്റെ രക്തം കൊണ്ട് നമുക്ക് ചുറ്റും കോട്ട തീർത്തു. നമ്മൾ ദൈവീക സംരക്ഷണത്തിലാണ്. തിന്മയ്ക്ക് നമ്മളെ തൊടാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത്, കർത്താവിൻ്റെ വിശുദ്ധരെ അവിടത്തെ ഭയപ്പെടുവിൻ, അവിടത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകില്ല. തമ്പുരാനെ, ദൈവ ഭയം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. വചനം കൂട്ടിച്ചേർക്കുകയാണ്, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകില്ല. സിംഹക്കുട്ടിക്ക് ഒരുപക്ഷെ ഇര കിട്ടാതെ വന്നേക്കാം, എന്നാൽ തമ്പുരാനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകില്ല. ഈ രാത്രികാലം ദൈവത്തെ അന്വേഷിച്ച് വന്ന മകളല്ലേ നീ? ദൈവത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടി കൊതിച്ചു വന്ന മകനല്ലേ നീ? തമ്പുരാന്റെ ഒരു സ്പർശനത്തിന് വേണ്ടി
ആഗ്രഹിച്ചു വന്ന മകനും മകളും അല്ലേ നീ? വചനം പറഞ്ഞതൊന്ന് കേട്ടെ. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകില്ലെന്ന്. എന്താ മോളെ നിന്റെ ജീവിതത്തിന്റെ കുറവ്? എന്താ മോനെ നീ അനുഭവിക്കുന്ന ജീവിതത്തിന്റെ കുറവ്? ഏതു മേഖലയിലാണ് നിനക്കൊരു കുറവുള്ളത്? കുറവുണ്ടെന്ന് നിനക്ക് തോന്നുന്ന മേഖലയിൽ ഏതാ? കുടുംബത്തിൽ സമാധാനത്തിനാണോ കുറവുള്ളത്? കുടുംബത്തിൽ സമ്പത്തിനാണോ കുറവുള്ളത്? കുടുംബത്തിൽ പ്രാർത്ഥനയാണ് കുറഞ്ഞു പോയത്? കുടുംബ ബന്ധങ്ങളുടെ സ്നേഹമാണോ കുറഞ്ഞു പോയത്? ദാമ്പത്യത്തിന്റെ സ്നേഹബന്ധത്തിൽ എവിടെയൊക്കെയാ കുറവുകൾ വന്നേ? കുടുംബ ബന്ധങ്ങളിൽ എവിടെയൊക്കെയാ കുറവുകൾ സംഭവിച്ചത്? കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകില്ല. എല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. എല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. വിശ്വസിക്കാവോ? സേ ആമേൻ. എല്ലാവരും ഹൃദയം കൊണ്ട് പറ. ദൈവം തൻ്റെ സമ്പന്നതയിൽ നിന്ന് മക്കളെ നമുക്ക് ആവശ്യമുള്ളതൊക്കെയും യേശുക്രിസ്തു വഴി നമുക്ക് തരൂന്നാ പറഞ്ഞത്. ദൈവം തൻ്റെ സമ്പന്നതയിൽ നിന്നും എന്ന് പറഞ്ഞാൽ അവൻ സമ്പന്നനാണെന്നാണ്. നമ്മുടെ ദൈവം സമ്പന്നനാണെന്നാണ്. എല്ലാ മേഖലകളിലും സമ്പന്നനാണ് നമ്മുടെ ദൈവം. സ്നേഹത്തിലും കാരുണ്യത്തിലും ക്ഷമയിലും ദയയിലും നന്മയിലും അവന്റെ പരിശുദ്ധിയിലും എല്ലാറ്റിലും അവൻ സമ്പന്നനാണ്. ദൈവം തന്റെ സമ്പന്നതയിൽ നിന്നും യേശു ക്രിസ്തു വഴി, അതാണ് വഴി, അതാണ് റൂട്ട്. യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതൊക്കെ തരും. എല്ലാം നിനക്ക് ആവശ്യമുള്ളതെല്ലാം തരാൻ കഴിവുള്ളവൻ ഇയാൾ താരയിൽ. അതുകൊണ്ടല്ലേ റോമാ 8:32 വചനം എഴുതി വെച്ചിട്ടുണ്ട്, സ്വപുത്രനെ പോലും മാറ്റിവെക്കാതെ അവനെ എനിക്കും നിനക്കും ദാനമായി തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി തരാതിരിക്കുമോ? സ്വന്തം പുത്രനെ പോലും മാറ്റിവെക്കാതെ അവനെ, അവന്റെ അവസാനത്തുള്ള രക്തത്തെ എനിക്ക് നിനക്കുമായി തന്നവൻ അവനോട് കൂടെ സമസ്തവും ദാനമായി തരാതിരിക്കുമോ? എല്ലാം ദാനമായി തമ്പുരാൻ തരും. എല്ലാം ദാനമായി തരുന്ന സമയമാണത്. എല്ലാം സൗജന്യ സമ്മാനമായിട്ട് അവൻ തന്നതാണ്. അത് നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന നിമിഷങ്ങളാണ് ആരാധന നിമിഷം. ദൈവം തന്നതിനെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാക്കിയതിനെ നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന നിമിഷങ്ങളാണ് ഓരോ ആരാധന നിമിഷങ്ങൾ. കരങ്ങളെ രണ്ടും മാറോട് ചേർത്ത് പിടിക്കുമ്പോൾ കണ്ണുകൾ അടച്ച് വേണമെങ്കിൽ ഏതാനും നിമിഷം പ്രാർത്ഥിക്കാം. മക്കളെ, നിന്റെ ജീവിതത്തിന്റെ കുറവേതാ? ആ കുറവിലേക്ക് ഈശോ ഇറങ്ങി വരട്ടെ. നിന്റെ ജീവിതത്തിന്റെ സങ്കടം എന്താ? ആ സങ്കടം ഈശോയ്ക്ക് കൊടുക്ക്. പറ, ഈ സങ്കടത്തിലേക്ക് നീ ഇറങ്ങി വരാൻ പറ. നിന്റെ മനസ്സിനെ ഇങ്ങനെ ഒരു ദിവസം തന്നെ പലാവർത്തി ഭാരപ്പെടുത്തുന്ന ചില ജീവിതത്തിന്റെ മേഖലകളിലെ അതെന്താ? ആ വിഷയത്തിലേക്ക് ഈശോയെ നീ ഇറങ്ങി വരാൻ പറ. ഒത്തിരിയേറെ മനോവേദ നിനക്ക് സമ്മാനിക്കുന്ന ചില വിഷയങ്ങളിലെ, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഭാരപ്പെടുന്ന ചില കാര്യങ്ങളില്ലേ, ഒത്തിരിയേറെ സങ്കടത്തിന്റെ നിഴൽ വീണ ചില ജീവിതത്തിന്റെ മേഖലകളില്ലേ, ഈശോയ്ക്ക് കൊടുക്കുക. പറ, ഈശോയെ ഈ മേഖലയിൽ എനിക്കൊരു കുറവുണ്ട്, എൻ്റെ കുടുംബത്തിൻ്റെ ഈ ഒരു മേഖലയിൽ എനിക്ക് കുറവുണ്ട്. തമ്പുരാനെ, ഇന്ന മേഖലകളിൽ ഇനിയും കുറവുകളുണ്ട്. ഈശോയെ, നിന്റെ സ്നേഹത്താൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളെല്ലാം നിറവുകളാക്കി തരാൻ പറ. പ്രാർത്ഥിച്ച മക്കൾ, എല്ലാ മക്കളും ഈ നിമിഷം ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ച്, യേശുവിൻ്റെ സ്നേഹത്തിലാണ് നമ്മളിപ്പോൾ, ആ സ്നേഹവലയത്തിലാണിപ്പോൾ. എന്ത് ചോദിച്ചാൽ ഈശോ തരും. എന്ത് ചോദിച്ചാൽ ഈശോ തരുന്ന സമയത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് ആ വിശ്വാസത്തോടെ ചോദിക്കണം.
ജീവനുള്ള വിശ്വാസത്തോടെ വേണം ജീവനുള്ള ദൈവത്തെ വിളിക്കാൻ. ഒരു വിശ്വാസത്തോടെ ചോദിച്ചോ, എന്തെല്ലാം മോനെ നിനക്ക് വേണോ? ആ മേഖലകളിലെല്ലാം തമ്പുരാൻ ഇടപെടുന്ന സമയമാണ്. ഒരു വിശ്വാസത്തോടെ ചോദിച്ചുകൊണ്ടിരിക്കും. ഈശോയെ എന്ന് പറഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞ് അപ്പൻ്റെ മുമ്പിൽ കരയുന്നത് പോലെ, ഒരു കൊച്ചു കുഞ്ഞ് പിടിവാശി പിടിച്ച് ഒരമ്മയുടെ മുമ്പിൽ ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ കരയുന്നത് പോലെ, മോനെ നിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ, നിന്റെ അപ്പൻ്റെ മുമ്പിൽ നിന്നിട്ട് കരഞ്ഞോ. ഉള്ളുകൊണ്ടോ, ഹൃദയം തുറന്നോ, ഹൃദയം നുറുങ്ങിയോ ഒക്കെ നീ കരഞ്ഞോ. വചനം പറയുന്നതിന് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്നല്ലേ, മനമുരുകിയവരെ അവിടെ നിന്ന് കടാക്ഷിക്കുന്നു കാണുന്നു എന്നല്ലേ. ഇതാ ഹൃദയം നുറുങ്ങി തമ്പുരാനെ വിളിച്ചോ. എൻ്റെ ഈശോയെ, ഈ മക്കളുടെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളിലേക്ക് നീ ഇപ്പോൾ ഇറങ്ങി ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി വേദനയോടെ ആയിരിക്കുന്ന മക്കളുണ്ട്. ദൈവമേ, നാളത്തെ പ്രഭാതം കാണാൻ സാധിക്കുമോ എന്ന് പോലും ആശങ്കപ്പെടുന്ന ജീവിതങ്ങൾ ഇതിനകത്തുണ്ട്. ഈശോവരെല്ലാം ഞങ്ങളിപ്പോൾ ചേർത്ത് വയ്ക്കുന്നു. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ കൊറോണ വൈറസിൻ്റെ വ്യാപനം മൂലം ഒത്തിരിയേറെ മക്കൾ രോഗികളായി തീർന്നിട്ടുണ്ട്. അതിൻ്റെ മരണഭയത്തിലും മരണത്തിൻ്റെ ആ വക്കിലൊക്കെ എത്തി നിൽക്കുന്ന ഒത്തിരി ജീവിതങ്ങളുണ്ട്. ഈശോയെ, എല്ലാവരെയും ഞങ്ങളിപ്പോൾ ചേർത്ത് പിടിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ നിന്റെ പരിശുദ്ധ രക്തത്തിൻ്റെ അത്ഭുതകരമായ സംരക്ഷണവും ഇടപെടലും ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ ജോലിയില്ലാത്ത എല്ലാ മക്കളും ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ജോലിയില്ലാതെ വേദനിക്കുന്ന ചില മക്കളുടെ ജീവിതത്തിൽ തമ്പുരാൻ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള സന്ദേശം കർത്താവ് തരുന്നുണ്ട്. ഈ നിമിഷം വിശ്വാസത്തോടെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രതീക്ഷകളെല്ലാം തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ചില മക്കളെ കർത്താവ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. കർത്താവിൻ്റെ വലിയ പ്രത്യാശ നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നതായി സന്ദേശം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വിശ്വാസത്തോടെ പ്രതീക്ഷ അറ്റുപോയ മക്കൾ, ഒന്നുമില്ല പ്രതീക്ഷിക്കാൻ, അങ്ങനെ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഇപ്പോൾ പ്രത്യേകം ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ. ശരീരത്തിലെ ഏതെങ്കിലും ഭാഗങ്ങളിലൊക്കെ നീരുള്ള മക്കൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ. അങ്ങനെയുള്ള മക്കളെ കർത്താവ് ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തുന്നതായി കർത്താവ് സന്ദേശം തരുന്നുണ്ട്. അതുകൊണ്ട് വിശ്വസിച്ച് ഏറ്റെടുത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. മത്സ്യബന്ധനവുമായി ഇങ്ങനെ അത് വരുമാന മാർഗമായി എടുത്തിരിക്കുന്ന ഏതെങ്കിലും മക്കൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ. കർത്താവ് അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതത്തെ കൈപിടിച്ച് സാമ്പത്തിക മേഖലകളിൽ ഉയർത്തുന്നതായി കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ദൈവത്തിന് വിട്ടുകൊടുത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ. ഈശോയെ യേശു സമീപസ്ഥൻ. ആമേൻ. മനസ്സു നുറുങ്ങിടുമ്പോൾ കർത്താവേ, യേശു ആശ്വാസകൻ. അസാധ്യമെന്നു കരുതിടുമ്പോൾ ആമേൻ. യേശു രക്ഷാകരൻ. യേശുവിന്നും ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. യേശുവിന്നും ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. യേശുവേ പോലെ സ്നേഹിക്കാൻ ആമേൻ. ആരും ഇല്ല. ഈശോയേ, യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ ആരാധന. യേശുവേ പോലെ യോഗ്യനായി ആരും ഇല്ല. യേശുവേ ആരാധന. ആരാധന.
ഏകനെന്നു തോന്നിടുമ്പോ ഈശോയെ യേശു സ്നേഹിതൻ ആമേൻ. പ്രിയരെല്ലാം അകന്നിടുമ്പോൾ ഈശോയെ യേശു പ്രാണപ്രിയൻ നോവുന്ന മുറിവുകളിൽ യേശു സൗഖ്യദായകൻ. ഈ സ്നേഹം മാറുകില്ല, യേശു മാറുകില്ല. ഈശോയെ ഈ സ്നേഹം മാറുകില്ല, ആമേൻ. യേശു മാറുകില്ല. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ രക്ഷയുണ്ട്. ആമേൻ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിടുതലുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിടുതലുണ്ട്. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശുവേ പോലെ കരുതാൻ ഈശോയെ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനായി ആരും ഇല്ല. ആമേൻ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. കരങ്ങളെ തുറന്ന് യാചനാപൂർവം പിടിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മളിൽ നിന്നും പുറപ്പെടുന്ന വലിയൊരു പുണ്യമാണ്, ഫലമാണ് ആത്മസംയമനത്തിൻ്റെ പുണ്യം. പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, തമ്പുരാനെ, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന പൗലോസ്ലീഹ പറഞ്ഞത്. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പലപ്പോഴും പ്രവർത്തിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇച്ഛിക്കാത്തത് പ്രവർത്തിക്കുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. അതായത് എന്നിൽ, എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ഇച്ഛിക്കുന്നത് അല്ലെങ്കിൽ നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. പൗലോസ്ലീഹ പറഞ്ഞു, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു. എൻ്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നിയമത്തെ ഓർത്ത് ആഹ്ലാദിക്കുന്നു. എന്നാൽ എൻ്റെ അവയവങ്ങളിൽ, എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു. അതെൻ്റെ പാപത്തിൻ്റെ നിയമമാണ് എന്നാണ് പൗലോസ്ലീഹ പറയുക. ജഡത്തിൻ്റെ ആഗ്രഹങ്ങളോടും ജഡത്തിൻ്റെ ഇഷ്ടങ്ങളോടും നോ പറയാനുള്ള ആത്മാവിൻ്റെ കരുത്താണ് ആത്മസംയമനം. പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തിന് യെസ് പറഞ്ഞിട്ട് ജഡത്തിൻ്റെ വ്യാപാരങ്ങളോട് നോ പറയാനുള്ള ഒരു കരുത്ത്. അതുകൊണ്ടാണ് പൗലോസിലെ ഗലാത്യ 5:14 പറയുന്നുണ്ട്, നിങ്ങൾ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് live by the promptings of the spirit, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുവിൻ. ജഡത്തിൻ്റെ ഇംഗിതങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്.
ഡു നോട്ട് സാറ്റിസ്ഫൈ ദ ഡിസയേഴ്സ് ഓഫ് ദ ഫ്ലഷ്. ജഡത്തിന്റെ വികാരങ്ങളെ, ഇഷ്ടങ്ങളെ നിങ്ങൾ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുതെന്നാണ് പൗലോസ് പറഞ്ഞത്. ജഡത്തിന്റെ വികാരങ്ങളോട് നോ പറയാനും ആത്മാവിന്റെ ഇംഗിതങ്ങളോട് യെസ് പറയാനും നമുക്ക് പറ്റണം. പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, ആത്മാവ് നമ്മളിൽ ചലിക്കാൻ തുടങ്ങുമ്പോൾ ഈ പുണ്യം നമ്മളിൽ വളരാൻ തുടങ്ങും. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രശ്നം നമുക്കറിയാം എന്താണ് ശരിയെന്ന്. പക്ഷേ പൗലോസ് പറഞ്ഞത് ഇച്ഛിക്കുന്ന നന്മ ചെയ്യാൻ പറ്റണില്ല. എന്നാൽ ഇച്ഛിക്കാത്ത തിന്മ പ്രവർത്തിക്കുന്ന ഹതഭാഗ്യനാണ് ഞാനെന്നാ പൗലോസ് പറഞ്ഞത്. തമ്പുരാനെ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ അവസ്ഥ പലപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ക്ഷമിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്, വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കണമെന്നും ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിക്കണമെന്നൊക്കെ താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ ആഗ്രഹിക്കുന്നത് സാധിക്കാതെ പോവാ, പറ്റണില്ല. ചിലതൊക്കെ തിന്മയാണെന്നറിയാം, ഉപേക്ഷിക്കാൻ പറ്റണില്ല. ചിലതൊക്കെ നന്മയാണെന്നറിയാം, സ്വീകരിക്കാൻ പറ്റണില്ല. ഈശോയെ, ഈ ഒരു കരുത്ത് ഞങ്ങൾക്ക് തരണം. ആത്മസംയമനം, ആത്മാവിന്റെ പ്രേരണ സ്വീകരിക്കാനും ജഡത്തിന്റെ പ്രേരണകളോട് നോ പറയാനുള്ള ആത്മാവിന്റെ ഒരു ബലം, ഒരു കരുത്ത് പരിശുദ്ധാത്മാവേ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കറിയാം നമ്മുടെ കഴിവ് കൊണ്ട് ഇത് സാധ്യമല്ലെന്ന്. നമ്മുടെ മാനുഷികമായ എന്തെങ്കിലും കഴിവ് കൊണ്ട് ജഡത്തിന്റെ പ്രേരണകളെ തോൽപ്പിക്കുക അസാധ്യമാണ്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ചലിക്കുമ്പോൾ ജഡത്തിന്റെ പ്രേരണകളോട് ശക്തമായി നോ പറയാൻ, ഈശോ പ്രലോഭിപ്പിക്കപ്പെട്ടപ്പോ, പിശാചിനാൽ പ്രലോഭിപ്പിക്കപ്പെട്ടപ്പോ എല്ലാം നൽകിയത് ജഡത്തിന്റെ പ്രേരണകളല്ലേ. ആദ്യത്തെ തന്നെ കല്ലുകളോട് അപ്പമാക്കാനല്ലേ പറയാൻ പറഞ്ഞത്. ജഡത്തെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കാര്യമല്ലേ അത്. പക്ഷേ കർത്താവ് അവിടെ ആത്മാവിന്റെ പ്രേരണ അനുസരിച്ചിട്ട് പിശാചിനെ തോൽപ്പിക്കും നമ്മൾ കാണുന്നില്ലേ. ഓ ദൈവമേ, ആത്മാവിന്റെ ശക്തമായ പ്രേരണകളെ സ്വീകരിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്കും തരണമേ. പാപത്തെ പാപമായി ഗണിക്കാൻ, തിന്മയെ തിന്മയായി മനസ്സിലാക്കാൻ, ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിക്കാൻ, സ്വീകരിക്കേണ്ടതിന് സ്വീകരിക്കാൻ, വെട്ടിമാറ്റേണ്ടതിന് വെട്ടിമാറ്റാൻ, ചേർത്ത് പിടിക്കേണ്ടതിന് ചേർത്ത് പിടിക്കാൻ ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ രണ്ടും ഒരിക്കൽ കൂടി ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ജഡത്തിൻ്റെ വികാരങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ജഡത്തിന് മരിച്ച് ആത്മാവിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ജഡത്തോട് മരിച്ചിട്ട് ക്രിസ്തുവിൽ ജനിക്കാനും ജീവിക്കാനും വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. എവിടെയെങ്കിലും നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, ജഡത്തിൻ്റെ മേഖലകളിൽ ജഡത്തിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് ഇന്നലകളിൽ വ്യാപരിച്ചത് കൊണ്ട് ഇന്ന് ആത്മാവിൻ്റെ പ്രചോദനങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം മാറിയോ? ഇന്ന് ആത്മാവിന് പ്രചോദനങ്ങൾ തരാൻ പറ്റണില്ല. നമ്മുടെ ആത്മാവ് മരവിച്ചൊരവസ്ഥയിലേക്ക് മാറി. വചനം പറയുന്നില്ലേ, ശരീരം ബലഹീനമാണ്, ആത്മാവ് സന്നദ്ധമാണെന്നൊക്കെ. ഇതിപ്പോൾ ആത്മാവിൻ്റെ സന്നദ്ധയും ക്ഷയിച്ചു പോയൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നുണ്ടാകാം. ഓ ദൈവമേ, ഞങ്ങളുടെ ആത്മാവിനെ നീ ചൂടുപിടിപ്പിക്കണമേ. ഞങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ നീ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, പാപത്തോട് നോ പറയാൻ, പാപത്തോട് പൂർണ്ണമായും വിട പറയാനുള്ള ഒരാത്മ ധൈര്യം ഞങ്ങൾക്ക് തരണമേ. ആത്മാവിന്റെ കരുത്ത് ഞങ്ങൾക്ക് തരണമേ. ആത്മസംയമനത്തിന്റെ അരൂപി ഞങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ രണ്ടും ഒരിക്കൽ കൂടി ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാ മക്കളും ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഏതെല്ലാം മേഖലകളിലാണ് നമ്മൾ ഇച്ഛിക്കുന്ന നന്മ നമുക്ക് ചെയ്യാൻ പറ്റാത്തത്, നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്ന ഏതെങ്കിലും മേഖലകളുണ്ടോ? ആ വിഷയങ്ങളെ ഇപ്പോൾ കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന, ആരാധന, ആരാധന. അഭിഷേകമേ. ആമേൻ.
കർത്താവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കാറ്റായി വീശണമേ. നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കാറ്റായി വീശണമേ. ആമേൻ. കാറ്റായി വീശണമേ. ഈശോയേ, തീ കാറ്റായി വീശണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ ആത്മാവിന്റെ ചലനമുണ്ടാകട്ടെ. വചനം പറയുന്നുണ്ടല്ലോ, കാറ്റതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നുവെന്ന്. അതെവിടെ നിന്ന് വരുന്നുവെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ ഞങ്ങൾ അറിയുന്നില്ല, പക്ഷേ അതിന്റെ ചലനം ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അതുപോലെ ദൈവമേ, ഞങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ ജ്വലിപ്പിക്കണമേ. ആത്മാവിന്റെ ചലനം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ചലിപ്പിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, സ്നേഹത്തിൽ ഞങ്ങളെ ചലിപ്പിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ആത്മസംയമനത്തിൽ ഞങ്ങളെ ചലിപ്പിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ദയയിലും നന്മയിലും ഞങ്ങളെ ചലിപ്പിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, സന്തോഷത്തിലും ആനന്ദത്തിലും സമാധാനത്തിലും ഞങ്ങളെ ചലിപ്പിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ക്ഷമയിൽ ഞങ്ങളെ ചലിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിറയണമേ. ആമേൻ. അഗ്നിതൻ അഭിഷേകമായി ഈശോയെ, പടരണമേ. കരങ്ങളടിച്ച് വിടുതലിനാത്മാവേ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി പടരണമേ. പാപമെല്ലാം ചാമ്പലാക്കണമേ. കൃപയാൽ ജ്വലിപ്പിക്കണേ. ഓ പരിശുദ്ധാത്മാവേ, പാപമെല്ലാം ചാമ്പലാക്കണമേ. കൃപയാൽ ജ്വലിപ്പിക്കണേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ. കാറ്റായി വീശണമേ. ഈ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ. കാറ്റായി വീശണമേ. ഈ കാറ്റായി വീശണമേ. കരങ്ങൾ ഉയർത്തി എല്ലാ മക്കളും സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നെ ചലിപ്പിക്കണമേ എന്ന് പറഞ്ഞ് ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് നിരന്തരം വ്യാപരിക്കാനുള്ള കൃപ തരണമേ എന്ന് പറഞ്ഞ് മക്കളെ, പരിശുദ്ധാത്മാവ് നിരന്തരം നമുക്ക് പ്രേരണകൾ തരുന്നുണ്ട്. സ്വർഗത്തിന്റെ പ്രചോദനങ്ങളും പ്രേരണകളും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിൽ നിരന്തരം നൽകുന്നുണ്ട്. ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വിശുദ്ധ ജീവിതത്തിന്റെ വഴികളെ തെരഞ്ഞെടുക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. പാപത്തെ പൂർണ്ണമായി വെറുത്തുപേക്ഷിക്കാനുള്ള ഒരു അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. ഈശോയെ, നിന്നോട് ഐക്യപ്പെട്ട് ജീവിക്കാനുള്ള ഒരു ആത്മധൈര്യം ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ചലിപ്പിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ചൂട് പിടിപ്പിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഈ കാലഘട്ടത്തിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ട ഒരു അഭിഷേകം ഞങ്ങൾക്ക് ഇപ്പോൾ തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഇസ്രായേലിൻ പ്രകാശമേ, അഗ്നിയ ജ്വലിക്കണമേ. ഈശോയേ, ഇസ്രായേലിൻ പ്രകാശമേ, അഗ്നിയ ജ്വലിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവേ, ഈശോയേ, ഒരു ജ്വാലയായി മാറണമേ. പരിശുദ്ധാത്മാവേ, ഒരു ജ്വാലയായി മാറണമേ. അഗ്നിയിൽ സ്നാനം ചെയ്യണമേ. ആമേൻ. പുതു സൃഷ്ടിയായി എന്നെ മാറ്റണമേ. അഗ്നിയിൽ സ്നാനം ചെയ്യണമേ. പുതു സൃഷ്ടിയായി എന്നെ മാറ്റണമേ. സാക്ഷിയായി ഉയർത്തണമേ. സാക്ഷിയായി ഉയർത്തണമേ. സാക്ഷിയായി ഉയർത്തണമേ. ഓ പരിശുദ്ധാത്മാവേ, സാക്ഷിയായി ഉയർത്തണമേ. ഓ അഗ്നി അഭിഷേകമേ. ഓ അഗ്നി അഭിഷേകമേ.
ആമേൻ. കാറ്റായി വീശണമേ, ഈശോയേ, കാറ്റായി വീശണമേ. ഓ നീ അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, ആമേൻ. കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് എല്ലാ മക്കളും ആത്മാവിൽ പുതിയ അഭിഷേകം വെളിപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, പുത്തൻ കൃപ നിറയാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, ഓ പരിശുദ്ധാത്മാവേ, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരാത്മധൈര്യത്തിന്റെ ശക്തി ഞങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഒരാത്മസംയമനത്തിന്റെ അഭിഷേകം ഞങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുമ്പിൽ വരുന്ന പാപത്തിന്റെ സകല പ്രലോഭനങ്ങളോടും നോ പറയാനുള്ള ഒരു കരുത്തിപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ. ഈ ആരാധനയില് പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ബോൺ ക്യാൻസറുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥതയുടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സൗഖ്യം നൽകുന്നതായി സന്ദേശം ലഭിക്കുന്നുണ്ട്. വിശ്വാസത്തിൽ ഏറ്റെടുത്ത് കർത്താവ് തരുന്ന സൗഖ്യം സ്വന്തമാക്കട്ടെ. ഉറക്കത്തിൽ ഇങ്ങനെ അറിയാതെ എഴുന്നേറ്റ് നടക്കുന്ന ഒരു പ്രവണതയുള്ള ഒരു വ്യക്തിയെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നതായിട്ടും സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. മയക്കുമരുന്നിന് അടിമയായ ഒരു മകനെ ഓർത്ത് പ്രാർത്ഥിക്കുകയും കണ്ണുനീരോടെ ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിക്കുകയും ചെയ്യുന്ന ഒരമ്മയുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നതായി കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്ഥലമോ വീടോ ഇല്ലാത്ത ഒരു കുടുംബത്തിന് കർത്താവ് ഒരു സ്വന്തമായ ഒരു ഭവനം നൽകി അത്ഭുതകരമായി കർത്താവ് നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. മുഖം മുഴുവൻ ഇങ്ങനെ പാടുകൾ വരികയും മുടി പൊഴിയുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു മകളെ കർത്താവ് അത്ഭുതകരമായ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ടും കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചെറുപ്പകാലം മുതലുള്ള മദ്യപാന ശീലത്തിൽ നിന്നും ഒരു വ്യക്തിയെ കർത്താവ് പൂർണ്ണമായും വിടുവിക്കുന്നതായി സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മകന്റെ നിരീശ്വരവാദത്തെയും വിശ്വാസക്കുറവിനെ ഓർത്ത്, വിശ്വാസപരമായ കാര്യങ്ങളോടുള്ള എതിർപ്പിനെ ഓർത്ത് ഒത്തിരി വേദനിക്കുന്ന ഒരു മകളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 4 മക്കളുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നതായിട്ടും കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. വിദേശത്ത് എവിടെ ഒരു നല്ല ജോലിയുള്ള മകനാണ്, പക്ഷെ അത് നിർത്തി നാട്ടിലേക്ക് വരാനായിട്ട് ഇങ്ങനെ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയോട് ദൈവത്തോട് ആലോചന ചെയ്ത് പ്രാർത്ഥിച്ച് മാത്രമേ തീരുമാനം എടുക്കാവൂ എന്നുള്ള സന്ദേശം കർത്താവ് തരുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യീശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് മക്കളെ, നാളത്തെ ദിവസം നമ്മുടെ ഈ 10 ദിവസത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾക്ക് വേണ്ടി, ഫലങ്ങളിൽ നിറയാനുള്ള ഒരാഗ്രഹമെടുത്ത് നമ്മൾ പ്രാർത്ഥിച്ച ദിവസങ്ങളാണ്. നാളത്തെ ദിവസം നമ്മൾ പ്രത്യേകം ആ ഫലങ്ങളിൽ പൂർണ്ണത പ്രാപിക്കാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അതേ തുടർന്ന് നാളെ കഴിഞ്ഞ് വരുന്ന 8 ദിവസം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ, ഗിഫ്റ്റ്സ് ഓഫ് ദ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നമ്മളിൽ നിറയാൻ വേണ്ടിയിട്ടായിരിക്കും പിന്നീട് വരുന്ന 8 ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുക. 7 ദാനങ്ങളാണുള്ളത്. ആ ദാനങ്ങളെക്കുറിച്ചും അതേ കഴിഞ്ഞ് നമ്മൾ അവസാനത്തെ ദിവസം
എല്ലാ ധ്യാനങ്ങളിലും വളരാനും ധ്യാനങ്ങൾ വളരുന്നതിന് തടസ്സം നിൽക്കുന്ന, വെളിപ്പെടുന്നതിന് തടസ്സം നിൽക്കുന്ന വിഷയങ്ങളെക്കുറിച്ചായിരിക്കും നമ്മൾ നാളത്തെ ദിവസം കഴിഞ്ഞ് വരുന്ന 8 ദിവസത്തെ ആരാധനയിൽ പ്രത്യേകം സമർപ്പിക്കുക എന്നുള്ള കാര്യം കൂടി പ്രത്യേകം നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. നാളത്തെ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ പുറപ്പെടുവിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന മേഖലകളിലെല്ലാം നമ്മൾ വിടുതലെടുത്ത് ആത്മാവിൻ്റെ പ്രവർത്തനത്തിൽ പൂർണ്ണമായും നമ്മളെ വിട്ടുകൊടുക്കുന്ന ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരാധനയായിരിക്കും നാളത്തെ ആരാധന എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകം മുട്ടുകുത്തി നിൽക്കുമ്പോൾ നിങ്ങളുടേതായ ഏതെങ്കിലും പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ ഇനിയും സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ ഈശോയ്ക്കൊന്ന് കൊടുത്തേ. തമ്പുരാനെ, ഈ ദിവസക്കാലം നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച എല്ലാ മക്കളെയും നിന്റെ കാരുണ്യത്തിൽ സമർപ്പിക്കുന്നു. തമ്പുരാനെ, നീ അത്ഭുതങ്ങൾ ചെയ്തത് സാക്ഷ്യപ്പെടുത്താൻ തക്ക വിധത്തിൽ ഈ മക്കളെ ഈ രാത്രികാലം നീ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കാരുണ്യത്തിന്റെ കരം ഈ മക്കളുടെ മേൽ ഉയർന്നു നിൽക്കട്ടെ. ഈ ശുശ്രൂഷകളെല്ലാം ദൈവത്തിന് കൊടുത്തേ. നമുക്കായി ദൈവം ഒരുക്കുന്ന ശുശ്രൂഷകൾ, ഈ ശുശ്രൂഷകൾക്ക് വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവര്, ഈ ശുശ്രൂഷകൾ അനേകർക്ക് ഷെയർ ചെയ്തെത്തിക്കുന്നവര്, ഇതിനു വേണ്ടി ചെറുതും വലുതുമായ ശുശ്രൂഷകൾ വ്യാപരിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. കരങ്ങൾ ഈശോയിലേക്ക് തുറന്ന് നീട്ടിപ്പിടിക്കട്ടെ. എൻ്റെ പ്രത്യേക നിയോഗത്തെ യേശുവിലേക്ക് ചേർത്ത് വയ്ക്കാം. ഈശോയെ, ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് ഒത്തിരി നാളായുള്ള എൻ്റെ ഒരു സങ്കടമാണത്. ഒത്തിരി നാളായി ഞാൻ കൊണ്ടു നടക്കുന്നൊരു നൊമ്പരമാണത്. ഈശോ, നൊമ്പരത്തിൻ്റെ മേൽ നിന്റെ ആശീർവാദം തരണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. നാളത്തെ ദിവസം ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആരാധനയുടെ 10 ദിവസത്തിൻ്റെ അവസാന ദിവസമാണ്. നമുക്ക് പറയാൻ പറ്റാവുന്നവരോടൊക്കെ പറയണം. അനേകരെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കട്ടെ. ഇപ്പോൾ തന്നെ എത്രയോ ആയിരങ്ങളാണ് ഈ ശുശ്രൂഷയിൽ ഓൺലൈനായിട്ട് ലൈവായിട്ടൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നാളത്തെ ദിവസം അനേകായിരങ്ങൾ ഈ ശുശ്രൂഷയുടെ ഭാഗമാകാനും അതിശക്തമായൊരു അഭിഷേകം നിറയാനും പ്രത്യേകം പ്രാർത്ഥിക്കാം. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി ഏതാനും നിമിഷം താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. കരങ്ങളെ മാറോട് ചേർത്ത് കണ്ണുകൾ അടച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെയും നമ്മുടെ ആ പ്രത്യേക നിയോഗത്തെയും സമർപ്പിച്ച്, അമ്മയെ എനിക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മുടെ മാധ്യസ്ഥത്തിൽ നമ്മളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങൾ